+1 അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ ഫോർമാറ്റ് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരിക എന്നുള്ളത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസിൽ കുറേ ഐറ്റംസ് വരും, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ മുഴുവൻ ഐറ്റംസ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിൽ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരുന്ന ഐറ്റംസ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ കറണ്ട് അസറ്റിൽ, കറണ്ട് ലയബിലിറ്റിയിൽ, ഫിക്സഡ് അസറ്റിലൊക്കെ വരുന്ന ഐറ്റംസ് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫോർമാറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിലൊക്കെ വരുന്ന ഐറ്റംസ്, പൊതുവായിട്ട് വരുന്ന ഐറ്റംസ് എന്തൊക്കെയും ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ വരുന്നതാ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസിന് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് എഴുതാറ്? ഡയറക്റ്റ് എക്സ്പെൻസിൽ എഴുതാറ് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കാരേജ് ഇൻവാർഡ്, ഓക്കെ. മറ്റൊന്ന് വേജ്, ഓക്കെ. പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഓക്ട്രൈ, ഫ്രൈറ്റ്, ക്ലിയറിംഗ് ചാർജസ്, ഫ്യൂവൽ, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, റോയൽറ്റി, ഓക്കെ. കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, പവർ, ഗ്യാസ്, വാട്ടർ, എക്സൈസ് ഡ്യൂട്ടി, ഡോക്ക് ഡ്യൂസ്, കസ്റ്റംസ് ഡ്യൂട്ടി, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ ആൻഡ് കാർട്ടേജ്. ഈ ഐറ്റംസ് ഒക്കെ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാം ഇത്ര ഐറ്റംസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും തോന്നാം. ഒന്ന് പരിചയപ്പെടുക അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാമെന്ന് മാത്രമേ വേണ്ടുള്ളൂ. നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറേ ഐറ്റംസൊക്കെ പരിചയപ്പെടും. പക്ഷെ എന്നാലും ഞാനിതിൽ സാധാരണ ചോദ്യങ്ങളിലൊക്കെ കാണാറുള്ള, എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസ് പറയാം. അതിലൊന്നാമത്തേത് കാരേജ് ഇൻവാർഡാണ്, ഓക്കെ. കാരേജ് ഇൻവാർഡ്, അതുപോലെ വേജ്, ഓക്ട്രൈ, ഫ്രൈറ്റ്, ക്ലിയറിംഗ് ചാർജ് കാണാറുണ്ട്, ഫ്യൂവൽ, റോയൽറ്റി കാണാറുണ്ട്, പവർ, ഗ്യാസ്, വാട്ടർ, അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി, ഓക്കെ. കാർട്ടേജ്. അതിൽ തന്നെ എപ്പോഴും കാണുന്ന ഐറ്റം വേജ്, കാരേജ് ഇൻവാർഡ്, ഫ്രൈറ്റ്, റോയൽറ്റി, അതൊക്കെയാണ്, ഓക്കെ. എന്നാലും ഇതിൽ കുറച്ച് ഐറ്റംസ് ഉള്ളൂ. പരമാവധി എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ഡയറക്റ്റ് എക്സ്പെൻസുകൾ, അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ വരിക, ഓക്കെ. ശരി, ഫോർമാറ്റ് ഓർത്ത് വയ്ക്കുക. എവിടെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് വരിക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിന് താഴെ പർച്ചേസ് റിട്ടേൺ, അതിന് താഴെയാണ് ഈ ഐറ്റംസ് ഒക്കെ എഴുതേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ട്രയൽ ബാലൻസ് ആണ് തരിക. ആ ട്രയൽ ബാലൻസിൽ നോക്കിയിട്ട് നമുക്ക് എഴുതണം. അല്ലെങ്കിൽ ഇതിലേക്ക് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കതിൽ എഴുതണമെങ്കിൽ ഇത് ഏത് ഐറ്റമാണെന്ന് മനസ്സിലാവണം. അതുകൊണ്ട് ഇതൊക്കെയാണ് ജനറലി ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഐറ്റംസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ വരുന്നത് ഇവിടെ എന്താണ്? അടുത്തൊരു ഐറ്റം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ഓക്കെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറയുമ്പോൾ എന്താ? ഇവിടെ വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ, ട്രേഡിങ്ങിൻ്റെ താഴെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മെയിനായിട്ട് ആദ്യമായിട്ട് വരുന്നത് ഒന്ന് സാലറിയാണ്, സാലറി, ഓക്കെ. ദെൻ റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, ഇതൊക്കെ എക്സ്പെൻസുകളാണ് കേട്ടോ. റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ഓഡിറ്റ് ഫീ, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ്, ടെലഫോൺ എക്സ്പെൻസസ്, ലീഗൽ ചാർജസ്, ഇൻഷുറൻസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്സ്, ഇൻട്രസ്റ്റ്, സൺട്രി ട്രേഡ് എക്സ്പെൻസസ്, കൺവേയൻസ്, ചാരിറ്റി, ബാങ്ക് ചാർജസ്, ഓഫീസ് എക്സ്പെൻസസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ജനറൽ എക്സ്പെൻസസ്, സ്റ്റേബിൾ എക്സ്പെൻസസ്, ലോസ് ഇൻ എക്സ്ചേഞ്ച്, ലൈസൻസ് ഫീ, ബ്രോക്കറേജ്, upkeep of cars, office lighting, and loss by fire, loss by theft. പിന്നെ കമ്മീഷൻ പെയ്ഡ്, അഡ്വർടൈസ്മെൻറ്റ്, ഫ്രൈറ്റ് നമ്മളിപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് കാരേജ് ഔട്ട്വാർഡ് എന്ന് എടുക്കാം, ഓക്കെ. കാരേജ് ഔട്ട്വാർഡ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഡിസ്കൗണ്ട് അലൗഡ്, പാക്കിംഗ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആൻഡ് ബാഡ് ഡെറ്റ്, ഓക്കെ. ഇപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഐറ്റംസിലായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? തോന്നുന്നില്ല, ഉണ്ട്, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം ഇത്ര ഐറ്റംസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ച് വെക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇത്ര ഐറ്റംസ് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും വേണ്ട. ഐറ്റംസ് ജസ്റ്റ് ഒന്ന് നോക്കി 2-3 തവണ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐറ്റംസൊക്കെ എന്താ പറയുക മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക്
ഏതാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഇൻഡയറക്റ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഐറ്റംസിന് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഇൻഡയറക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഏതാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഇൻഡയറക്റ്റ് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പറയാം. ജനറലി വരുന്നത് അതിലൊന്ന് സാലറി എപ്പോഴും വരുന്ന ഐറ്റമാണ്. റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ ഈ റെൻറ്റ് എന്താണ്, നമുക്കിവിടെ വേണമെങ്കിൽ ഒരു സംശയം തോന്നാം. റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റെൻ്റാണോ നമ്മൾ കൊടുക്കുന്ന റെൻ്റാണോ? റെൻറ്റ് രണ്ടും ആവാമല്ലോ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പോർഷൻ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റ് ഇങ്ങോട്ട് കിട്ടിക്കൂടെ? അപ്പോൾ ഇതിലേതാ, കിട്ടിയതാണോ കൊടുത്താണോ? ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ കുറിച്ചാണ്. ഇതെല്ലാം എന്താണ്, എക്സ്പെൻസുകളാണ്, നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, ഇനി കിട്ടിയതാണെങ്കിൽ എന്താണ്, അത് ഇൻഡയറക്റ്റ് ഇൻകമായിട്ടാണ് വരിക. ഓക്കെ, ശരി, ഞാൻ പറഞ്ഞത് മാത്രം. ഇനി അടുത്തത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ഓഡിറ്റ് ഫീ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം കാണാറുണ്ട് കേട്ടോ, ഓഡിറ്റ് ഫീ കാണാറുണ്ട്, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിങ് കാണാറുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബൈ ഹാർട്ട് ചെയ്യണൊക്കെ പകരം നമ്മൾ ഐറ്റം കണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും. നോക്കൂ, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിങ് എന്താണ്, ചിലവല്ലേ? നമ്മൾ ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റിങ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ ചിലവാണ്. അതൊരിക്കലും എന്തല്ല നമ്മുടെ വരവായിട്ട് വരില്ല, നിങ്ങൾക്ക് ഇങ്കായിട്ട് ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ ഐറ്റം കണ്ടാൽ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇൻഷുറൻസ്, ഇങ്ങനെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് ആണോ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണോ? എന്താ, നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്, കാര്യം എക്സ്പെൻസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുക. ഓക്കെ, ഈ ഐറ്റംസ് ഒക്കെ അറിയുമ്പോൾ മുഴുവനായിട്ട് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഐറ്റംസിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവുക. ഓക്കെ, ബാഡ് ഡെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് എപ്പോഴും കാണാറുണ്ട്. കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, കേരേജ് ഔട്ട്വാർഡ്. ഇതിലൊരു ഡിഫറൻസ് നോക്കൂ. കേരേജ് ഇൻവാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ. ഡയറക്റ്റ് എക്സ്പെൻസിൽ കേരേജ് ഇൻവാർഡ് എന്നുണ്ടായിരിക്കും, ഇവിടെ കേരേജ് ഔട്ട്വാർഡാണ്. അത് എപ്പോഴും കാണാറുണ്ട്, അത് മാറിപ്പോയരുത്. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ കേരേജ് ഔട്ട്വാർഡും, ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ കേരേജ് ഇൻവാർഡും ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ഇതിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, എന്തായാലും ഈ ഐറ്റംസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു, ഇൻഡയറക്റ്റ് എക്സ്പെൻസും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. ഈ ഇൻഡയറക്റ്റ് ഇൻകം എവിടെ വരിക? ട്രേഡിങ്ങിൻ്റെ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക അല്ലേ? ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് എന്ത് വരിക? റെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് റെൻറ്റ് നമ്മൾ കൊടുത്തതാവാം, കിട്ടിയതാവാം. ഇവിടെ ഈ റെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് കിട്ടിയതാണ്, കാരണം ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഓക്കെ, ശരി, റെൻറ്റ് നമുക്ക് കിട്ടിയ റെൻറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്, കമ്മീഷൻ കിട്ടിയ കമ്മീഷനാണ്. ഇതെല്ലാം നമുക്ക് ഇൻകമായി കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫിക്സ്ഡ് അസറ്റ് വെക്കുമ്പോൾ എന്താണ്, അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. ഓക്കെ, അപ്രന്റീസ്ഷിപ്പ് ആൻഡ് പ്രീമിയം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് ഓൺ ഷെയർസ്, ഡിഫറൻസ് ഇൻ എക്സ്ചേഞ്ച്, മിസ്ലേനിയസ് റവന്യൂ, ഇൻകം ഫ്രം എനി അതർ സോഴ്സസ്. ഓക്കെ, ഇതൊന്നും അധികം ഐറ്റംസ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും മനസ്സിലാക്കി വെക്കുക, എല്ലാ ഐറ്റംസ് ഒന്നും പരിചയപ്പെടുക. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് ഇൻകംസ്. ഓക്കെ, ഇനി അടുത്തത് ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഐറ്റംസ് ആണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്? അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. അസറ്റിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റ് നോക്കാം. ഫിക്സഡ് അസറ്റിൽ വരുന്ന ഐറ്റംസ്, ജനറലായിട്ട് വരുന്ന ഐറ്റംസ് പറയുന്നത് എല്ലാം നമ്മൾ പറയാനില്ല, ഓരോ പ്രോബ്ലം വരുമ്പോൾ അതിനനുസരിച്ച് പറയാം. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് അറിയണ കാര്യമാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് നമുക്കറിയാം. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഗുഡ് വില്ല്, ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസ്. ഓക്കെ, പിന്നെ കറണ്ട് അസറ്റ് എന്തൊക്കെ വരാം? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽ റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം എന്താണ്? കറണ്ട് അസറ്റുകളാണ്. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റീസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ. നോക്കൂ, കറണ്ട് ലയബിലിറ്റിയിൽ ബിൽ പേയബിൾ ആണെങ്കിൽ കറണ്ട് അസറ്റിൽ ബിൽ റിസീവബിൾ ആണ്. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കാനുള്ള ബില്ലാണെങ്കിൽ ഇത് കിട്ടാനുള്ള ബില്ലാണ്. ഓക്കെ, ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ എന്താണ്? കറണ്ട് ലയബിലിറ്റീസ്.
ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും വരുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഐറ്റംസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.